കലാവതി, രണ്ടാനമ്മ അല്ലേ? രണ്ടു വട്ടം അമ്മ. എന്തായി ഡോക്ടറെ? വിളിച്ചു ചോദിച്ചപ്പോ ഏട്ടനോടൊപ്പം ഇരുന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം എന്റെ നാടകം. ഇനി എന്തു വേണ്ടതെന്ന് വെച്ചാൽ കലാവതി തീരുമാനിച്ചാൽ മതി. അതിനുള്ള കണ്ടുകാഴ്ച എനിക്കെന്റെ മേശവലിപ്പിൽ കിട്ടണമെന്ന് മാത്രം. അത്തരം ധാരാളിത്തത്തിന് ഒരു മുടക്കവും വരുത്തിയിട്ടില്ല ഈ കലാവതി. അത് മൈക്കിൾ തരകൻ അറിയാം. ഇനി ഡോക്ടർ മാത്യു തരകനും അറിഞ്ഞു തുടങ്ങും. ഇവിടെ വന്ന് ഒന്നുകൂടി കൺഫർമേഷൻ എടുക്കണമായിരുന്നു. ഇനി ബാക്കിയെല്ലാം അമ്പലനടയില. നിശ്ചയിച്ച മുഹൂർത്തം മുടങ്ങുന്നത് കാണാൻ വരുന്നോ? ചുമ്മാ ഒരു രസത്തിന്. ഊറിച്ചിരിക്കാനേ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാലോ. വരണമെന്നുണ്ട്, പക്ഷെ വേണ്ട. വെറുതെ ഒരു സംശയം ഉണ്ടാക്കണ്ടല്ലോ. നേരാ, വരണ്ട. കാഴ്ചകളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, നല്ല മേളക്കൊഴുപ്പോടെ. വീട്ടിന്റെ അമ്മയ്ക്ക് പെട്ടെന്നൊന്നും സംഭവിക്കില്ലേ? കല്യാണം മുടങ്ങാതെ കാത്തോളണേ. അമ്മയ്ക്ക് പെട്ടെന്ന് സുഖാവണേ. എനിക്ക് അമ്മയില്ലാത്തതാ. എന്റെ അമ്മയെ കണ്ട് ഒരുപാട് കാലം അമ്മയെ സ്നേഹിച്ചു കൂടെ കഴിയാൻ ഇടവരുത്തണേ ഭഗവതി. അതെ, എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞു കിട്ടിയാൽ മതി ചേച്ചിക്ക്, അല്ലേ? ഇനിയും കല്യാണം മുടങ്ങണമെന്നാണോ നീ പറയുന്നേ? അപ്പോ അഭേട്ടന്റെ അമ്മ കല്യാണം കഴിയുന്നതുവരെ ജീവിച്ചിരുന്നാ മതി എന്നാണോ? എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കല്യാണം കഴിയുന്നത് വരെയെങ്കിലും ജീവിച്ചിരിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ആരാ? അവരാ, ആ കലാവതി. അവരെന്തിനും നിന്നെ വിളിക്കുന്നെ? എന്നെ അല്ല, അമൃതേച്ചിയാ. ഇത് അമൃതേച്ചിയുടെ ഫോണല്ലേ? എടുക്കട്ടെ? വേണ്ട. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. നീ കട്ടി. എന്താടേ? അനക്കേച്ചിയുടെ ഫോണിലും വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തോ കാര്യമുണ്ടല്ലോ. എന്തായാലും ഇപ്പൊ അറ്റൻഡ് ചെയ്യണ്ട. നല്ല കാര്യത്തിന് എന്തായാലും വിളിക്കില്ലല്ലോ. ഫോൺ എടുക്കുന്നില്ലല്ലേ ചേച്ചി? അമൃതയെ അനക്കയും വിളിച്ചു. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. മനഃപൂർവ്വം എടുക്കാത്തയായിരിക്കും. കല്യാണത്തിന്റെ മുഹൂർത്തം ആവാറായില്ലേ? ചിലപ്പോ അവരുടെ ഫോൺ കയ്യിലില്ലെങ്കിലോ? എന്നാലും വേണ്ടപ്പെട്ട ആരുടെങ്കിലും കയ്യിലായിരിക്കില്ലേ ഫോൺ? അറ്റൻഡ് ചെയ്യായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, അമൃതയെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്തായാലും കല്യാണം നടക്കരുത്. എടുക്കുന്നില്ല.
അഭിമന്യുവിനെ വിളിച്ചു നോക്ക്. അവനും കല്യാണ തിരക്കിലായിരിക്കില്ലേ? അല്ലെങ്കിലും എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവന് വലിയ താല്പര്യമൊന്നും കാണില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മള്? മറ്റുള്ളവരെല്ലാം വിളിച്ചു നോക്കാം. എന്തായാലും മുഹൂർത്തത്തിന് മുമ്പ് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും.